എറണാകുളം കത്രിക്കടവ് ബാറിൽ യുവാവിന് കുത്തേറ്റ കേസിൽ എക്സൈസ് സംഘം എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. ഇടശ്ശേരി മാഷൻ ഹോട്ടലിന്റെ മിലേനിയൻ ബാർ ഉടമയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. അനുവദിച്ച സമയത്തിനപ്പുറവും അനുവദിച്ച സ്ഥലത്തിന് പുറത്തും മദ്യം വിളമ്പിയെന്ന് റിപ്പോർട്ട്. DJ പാർട്ടിക്കിടെ കുത്തേറ്റ യുവാവിനെയും സംഘം ചോദ്യം ചെയ്യും. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, എന്താണ് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് കത്രിക്കടവിലെ മില്ലേനിയൻസ് പബ്ബിൽ യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. ഈ സംഭവത്തിൽ എക്സൈസ് സംഘം എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അനുവദിച്ചിട്ടുള്ള സമയത്തിന് ശേഷവും മദ്യം നൽകിയെന്നും അനുവദനീയമായ സ്ഥലത്തിന് പുറത്ത് മദ്യം നൽകിയെന്നുമുള്ള കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിനെ തുടർന്നുള്ള തുടർ നടപടി എക്സൈസ് കമ്മീഷണർ സ്വീകരിക്കുമെന്നാണ് എക്സൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഇത് എക്സൈസ് സംഘം ഈ ബാറിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നത്. 2024 വെടിവെപ്പ്, അന്ന് ഈ ബാറിൽ നടന്ന വെടിവെപ്പിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എക്സൈസ് സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്താറുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടും എക്സൈസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ പബ്ബ് ഇത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ് ഇവർ നേടിയിരുന്നു എന്ന കാര്യത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ ശനിയാഴ്ച രാത്രി 10:30 DJ പാർട്ടിക്കെത്തി യുവതിയോട് യുവാവ് അപമര്യാദയായി പെരുമാറിയത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായത്. ഒരു തവണ താക്കീത് ചെയ്തെങ്കിലും ദുരുദ്ദേശത്തോടെ വീണ്ടും കടന്നു പിടിച്ചതോടെ യുവതി വൈൻ ഗ്ലാസ് പൊട്ടിച്ച് ചില്ലുകൊണ്ട് ഇയാളെ കുത്തുകയായിരുന്നു. ഇയാൾ നിലവിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. എറണാകുളം നോർത്ത് പോലീസ് ഈ ആശുപത്രി വിട്ടാലുടൻ തന്നെ ഇയാളെ ചോദ്യം ചെയ്യും. ഇയാൾ നിലവിൽ പോലീസ് നിരീക്ഷണത്തിലാണുള്ളത്. ഈ സംഭവത്തിൽ പ്രതിയായ യുവതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ശരി, നിധിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.